അമ്മേ. ആ നീയായിരുന്നോ? ഒച്ച കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അവളും കൊച്ചും കൂടി വന്നതായിരിക്കും. കേറി വാ. നീ എന്നാ പതിവില്ലാതെ വരുന്ന കാര്യമൊന്നും വിളിച്ചു പറഞ്ഞില്ലായിരുന്നല്ലോ. പിള്ളേരെ കൊണ്ടുവന്നില്ല? പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ടാമേ, അവരെ കൊണ്ടുവന്നില്ല. ഞാനേ കൊച്ചു പോയപ്പോ പറഞ്ഞു വെച്ചേക്കുന്നുണ്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാൻ, അവന് കഴിക്കാനുള്ളത്. അവന് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി വെച്ചാൽ മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ട് ഞാനതെല്ലാം ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു. അമ്മ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? നടന്നു മടുത്ത് വന്നേക്കുവാ. അവർ പോയിട്ട് കാണുന്നില്ലല്ലോ. രാവിലെ പോയതാ, വരേണ്ട സമയം ആയല്ലോ. കൊച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ വീട് ഉറങ്ങിയ പോലെയാ. കാണാൻ കൊതിയാവുന്നതിന് ഇത്രയും സമയമായല്ലെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? പെട്ടെന്നൊന്ന് വന്നാ മതിയായിരുന്നു. അവരെങ്ങനെയാ ഓട്ടോയ്ക്കാണോ പോയേക്കുന്നേ? ഓട്ടോയ്ക്കൊന്നും അല്ല പോയത്. അവള് പുതിയ വണ്ടി മേടിച്ചില്ലേ, നീ അറിഞ്ഞില്ലായിരുന്നോ? കാറ് മേടിച്ചോ? ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അവൻ ആ വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവക്കൊന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ വണ്ടി ഇല്ലല്ലോ. അതുകൊണ്ട് അവര് പുതിയ വണ്ടി മേടിച്ചു. മറ്റേ ആ സ്ഥലം കൊടുത്തിട്ട്. ഏത് സ്ഥലം വിറ്റിട്ട്? എടി, ആ സ്ഥലം ഇല്ലടി, അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ പേരിൽ എഴുതി വെച്ച സ്ഥലം. അവരെന്നോട് ചോദിച്ചു, അമ്മ അത് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തോളാൻ പറഞ്ഞു. ഇപ്പൊ അവൾ പുറത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പുറത്തു പോകണം, എന്തെങ്കിലും ആവശ്യത്തിന് പോകണം. അപ്പൊ അവൾക്കൊരു വണ്ടി വേണ്ടേ? ഓട്ടോ ഒക്കെ കൂട്ടിപ്പോന്ന മോശമല്ലേ? അവള് വലിയ വീട്ടിലെ കൊച്ചല്ലേ. അവള് ഞാൻ പറഞ്ഞു കൊടുത്തോളെ. ആ സ്ഥലം വിറ്റോ? എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്നോടൊരു വാക്കുപോലും ചോദിച്ചില്ലല്ലോ. നിന്നോടെന്തിനാ ചോദിക്കുന്നേ? നിന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? നിന്നെ കെട്ടിച്ചു വിട്ടതല്ലേ. അതിപ്പോ എന്റെ പേരിലുള്ള സ്ഥലമല്ലേ, എന്നെ നോക്കുന്ന അവനല്ലേ. അപ്പൊ അവന്റെ ആവശ്യത്തിന് എന്നതിനാണോ അത് അവൻ എടുക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇനിയിപ്പോ നിന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അത്? അത് ശരിയാ, എന്നെ കെട്ടിച്ചു വിട്ടതല്ലേ അല്ലേ. ഇതൊക്കെ എന്തിനാ ഞാനറിയുന്നേ? പിന്നെ വേറെന്തൊക്കെയുണ്ട് അമ്മ വിശേഷങ്ങളൊക്കെ? പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ എന്റെ പെൻഷൻ പൈസയൊന്നും അവൻ അങ്ങനെ എടുക്കലില്ലായിരുന്നല്ലോ. അതാ ബാങ്കിൽ കിടക്കുമല്ലായിരുന്നോ. ഞാൻ അതെടുത്തിട്ട് കൊച്ചിനൊരു മാല മേടിച്ചു. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അത് ഇട്ടോണ്ട് പോയി, അല്ലേ നിന്നെ കാണിക്കായിരുന്നു. മാലയും മേടിച്ചു കൊടുത്തോ? നന്നായി. അവളുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണമൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഇവിടുന്ന് കൊടുക്കണ്ടേ? അങ്ങനെ ഞാൻ നോക്കുമ്പോ പെൻഷൻ പൈസ കിടപ്പുണ്ടായിരുന്നു. ഞാൻ അതെടുത്തിട്ട് മാല മേടിച്ചു. അമ്മേനൊന്നും കൊടുക്കാതൊന്നും അല്ലല്ലോ. അമ്മ കഴിയുന്നാള് വള മേടിച്ചു കൊടുത്തില്ലായിരുന്നു അവന്റെ കൊച്ചിന്? അതന്ന് ഞാൻ വള മേടിച്ചു കൊടുത്തു. പിന്നെ എന്റെ പൈസ പിന്നെ ഞാൻ വേറെ ആർക്കാ കൊടുക്കാനുള്ളേ? അതുകൊണ്ട് ഞാൻ ആർക്കും മേടിച്ചു. അമ്മയ്ക്ക് വേറെ ആർക്കും കൊടുക്കാനില്ല? അമ്മ എനിക്കും ഇല്ലേ അമ്മ 2 മക്കള്? ഉണ്ടായിട്ട് ഇത്രയും കാലമായിട്ട് സ്വർണത്തിന്റെ ഒരു തരി ഈ വീട്ടിൽ നിന്ന് എന്റെ മക്കൾക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? ഞാനത് ചോദിച്ചിട്ടുമില്ല. ഇപ്പൊ അമ്മ പറഞ്ഞല്ലോ വേറെ ആർക്കും കൊടുക്കാനില്ലെന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. എടി, അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിന്റെ പിള്ളേർക്കൊക്കെ മേടിച്ചു തരാൻ പറയായിരുന്നു. ഇതിപ്പോ അച്ഛനില്ലല്ലോ. പിന്നെ എന്നെ ഞങ്ങളെ അത് മേടിച്ചു തരണം എന്നൊന്നും ഒരു നിയമവും ഇല്ല. അവനോട് എനിക്ക് പറയാൻ പറ്റുമോ നിന്റെ പെങ്ങളുടെ പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ? അവനോട് എനിക്ക് പറയേണ്ട കാര്യമുണ്ടോ? അവനോട് പറയാൻ പറ്റുമോ എനിക്ക്? പിന്നെ ഞാൻ അവന്റെ കൂടെ ഇവിടെ നിൽക്കുമ്പം പിന്നെ അവന്റെ പിള്ളേർക്ക് ഞാൻ മേടിച്ചു കൊടുക്കണ്ടേ? എന്റെ മക്കളെ കൊണ്ടുവന്നില്ലെന്ന് അമ്മ ചോദിച്ചു. എന്നാ അവരെ കാണാൻ കൊതിയാകുന്നെന്നോ എത്ര നാളായി അവരെ കണ്ടെന്ന ഒരു വാക്ക് അമ്മ പറഞ്ഞോ? രാവിലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയ അമ്മന്റെ മോന്റെ കൊച്ചിനെ കാണാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞ അമ്മ എത്ര തവണ ഇപ്പൊ തന്നെ എന്നോട് പറഞ്ഞു. അവരെ അമ്മ കണ്ടിട്ട് എത്ര കാലമായെന്നറിയോ? 5 മാസം. അവരെ കാണാൻ അമ്മയ്ക്ക് തോന്നില്ല? അതും അമ്മയുടെ കൊച്ചുമക്കൾ തന്നെയല്ലേ അമ്മേ? നിന്റെ പിള്ളേരെ പിന്നെ എനിക്ക് കാണണമെന്നൊക്കെ ഉണ്ട്. നേരം കിട്ടണ്ടേ? എനിക്ക് ഇവിടുത്തെ കൊച്ചിന്റെ കാര്യം നോക്കണ്ടേ? അതിന്റെ ഇടയ്ക്ക് എനിക്ക് അങ്ങോട്ട് വരാനും കാണാനും പറ്റുന്നില്ല, നേരം കിട്ടിയില്ല, അത്രേ ഉള്ളൂ. അമ്മയ്ക്കറിയോ ഞാനിപ്പോ എന്തിനാ വന്നേന്ന്? വീട് സ്ഥലവും ജപ്തിയാകാൻ പോവാ, ലോൺ അടയ്ക്കാൻ പറ്റാഞ്ഞിട്ട്. ഒരുപാട് ആഗ്രഹിച്ചുണ്ടാക്കിയ വീടാ, അത് നഷ്ടപ്പെടുത്താൻ തോന്നിയില്ല. അപ്പോഴാ ഓർത്തത്, അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ ആ സ്ഥലം അമ്മയുടെ പേരിൽ എഴുതിയപ്പോ അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ അത് നമുക്ക് 3 പേർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാന്ന്. അപ്പൊ അതിന്റെ വീതം തന്ന എനിക്ക് ആ വീട് സ്ഥലവും നഷ്ടപ്പെടാതിരിക്കാൻ നോക്കായിരുന്നു. അത് അമ്മേനോട് ചോദിക്കാൻ ഓർത്താ വന്നത്. പക്ഷെ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ നിങ്ങൾ ആ സ്ഥലം വിറ്റു. എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലെന്ന് ഞാനാ അവനോട് പറഞ്ഞത്. അതിന്റെ ആവശ്യമില്ലല്ലോ. പെമ്മക്കളെ കെട്ടിച്ചു വിട്ടു. ഇതിപ്പോ അവന് അവ വീട്ടിൽ നിൽക്കുന്നു. അപ്പൊ അവന് അത് എന്നാന്ന് വെച്ചാൽ അവന്റെ കാര്യം അവന് ചെയ്യട്ടെ. അതിനിപ്പോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ആ സ്ഥലം വിറ്റേനോ അവന് വണ്ടി മേടിച്ചേനോ ഒന്നും എനിക്ക് വിഷമമില്ല. പക്ഷെ എന്റെ അവസ്ഥയൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നു. സാരമില്ല. അമ്മ ഓർക്കുന്നുണ്ടോ അച്ഛൻ വയ്യാണ്ട് കിടന്നപ്പോ? അവന് സ്കൂളിൽ പോണം, അമ്മയ്ക്കും വയ്യ, പണിയെടുക്കാൻ പറ്റിയാല. അന്ന് ഞാൻ പഠിത്തം നിർത്തിയതാ. പഠിത്തം നിർത്തി കൂലിപ്പണിക്ക് പോയിട്ടാ അവനെ ഞാൻ പഠിപ്പിച്ചത്, വീട്ടിലെ കാര്യം നോക്കിയത്. അച്ഛൻ മരിക്കുന്നോടം വരെ അച്ഛന്റെ കാര്യങ്ങൾ ഒരു കുറവും വരാതെ ഞാൻ നോക്കിയില്ലേ.
അതൊക്കെ എല്ലാരും മറന്നല്ലേ അമ്മേ? അപ്പൊ മരിച്ചു കഴിഞ്ഞപ്പോ നിന്നോട് പണിക്ക് കൂലിപ്പണിക്ക് പോവാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ അങ്ങനെയാ നീ പോയില്ലായിരുന്നെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചേനെ. പോയി കഴിഞ്ഞിട്ട് പിന്നെ നീ ഇപ്പൊ ഇതിന് കണക്ക് പറയുന്നേ? നിന്നോട് പോവാനും പണി ചെയ്യാനും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും നിന്നോട് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. എന്നിട്ടിപ്പോ അവള് കണക്ക് പറയുന്നു. അമ്മ ഞാൻ കണക്ക് പറഞ്ഞതല്ല, എല്ലാം ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഒരുപാട് പൈസ എന്തൊക്കെ ആയി കഴിയുമ്പം വന്ന വഴി മറക്കരുതമ്മേ. എടി നീ പണിയെടുത്ത് അവനെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും പഠിച്ചത് അവനല്ലേ? അവന്റെ ബുദ്ധി കൊണ്ട് അവൻ പഠിച്ചു, അവൻ വളർന്നങ്ങ് കയറി. നീ പണിയെടുത്തു അന്ന് അങ്ങനെ ആയിരുന്നു സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ ചെയ്തു. നിന്നെ ആരും നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചൊന്നും അല്ലല്ലോ. എന്നിട്ടിപ്പോ നീ പണിയെടുത്ത് അവനെ പഠിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് അതിന്റെ കണക്ക് പറഞ്ഞ് അവന്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റുമോ? അപ്പൊ അവനൊരു കുടുംബമായില്ലേ? നീ നിന്റെ കാര്യം നോക്ക്. അവനെല്ലാം ജോലിയായി, കാറായി, വീടായി. എന്നെയും കൂടി അമ്മ ഓർക്കണായിരുന്നു. അമ്മയ്ക്ക് മോളായിട്ട് ഞാൻ ഒരാളും കൂടി ഉണ്ടെന്ന് അമ്മ ഓർക്കണായിരുന്നു. നീ ഇന്ന് വന്ന് നാളെ അങ്ങോട്ട് തിരിച്ചു പോകും. പിന്നെ എന്നെ നോക്കേണ്ടത് ഇവൻ തന്നെയല്ലേ? അപ്പൊ അവന്റെ ഇഷ്ടത്തിന് എന്നതാണോ, അവന്റെ കാര്യങ്ങൾക്ക് എന്നതാണോ, അപ്പൊ അത് ഞാൻ നോക്കി നിൽക്കും. നിന്റെ വീട്ടിൽ വന്നാൽ എനിക്ക് നിൽക്കാൻ പറ്റുമോ? അവനല്ലേ എന്നെ നോക്കേണ്ടത്. നീ നോക്കൂ എന്നെ? ഇല്ലല്ലോ. അവിടെ നിന്റെ വീട്ടിലുള്ളവരെ അവരെ നോക്കാൻ വേണ്ടി നിനക്ക് പറ്റുന്നില്ല. അപ്പൊ എന്നെയും കൂടെ നോക്കുന്നേ. ഞാനിടയ്ക്ക് വിചാരിക്കുമായിരുന്നു, പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എന്റെ മക്കൾക്ക് എന്റെ അമ്മയുണ്ട്, എന്റെ അനിയനുണ്ട്, അങ്ങനെയൊക്കെ അവര് നോക്കിക്കോളൂന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക. സാരമില്ല അമ്മേ, ഞാൻ ആർക്കും ഒരു ശല്യമാവൂല, ആർക്കും ഒരു ബാധ്യതയാവൂല. ആ വീട് സ്ഥലം ഞങ്ങൾക്ക് കിട്ടാൻ യോഗം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് തന്നെ കിട്ടും. അല്ലെങ്കിൽ അത് പോട്ടെ. ദൈവം ആയുസ്സും ആരോഗ്യം തന്നാ ഇനിയും ഉണ്ടാക്കാം. അതിന്റെ പേര് ഞാൻ ഇനി ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുകയില്ല. അവൻ വരുമ്പോഴും പറഞ്ഞേരെ. ഞാൻ പോവാ. പിന്നല്ല, അവള് കണക്ക് ചോദിക്കാൻ വന്നേക്കുന്നു സ്ഥലത്തിന്റെ മുന്നേറ്റത്തിന്റെ ഒക്കെ. ഞാൻ എന്നാ ചെയ്യണ്ടേ? എനിക്ക് എന്റെ മോനെ തന്നെയാ വലുത്. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അവന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കണം.